റംസി റംസിയേ റംസി കൂവണ്ടേ വന്യ ഞാൻ 5 രൂപ മേടിച്ചോളൂ. തീരുമ്പോ മേടിക്കാം. പൈസ ഉണ്ടായില്ല കയ്യില്. അത് സാരില്ല. പിന്നെ എന്റെ ജ്യേഷ്ഠത്തെ വിളിച്ചിട്ടുണ്ടായി. ഇന്ന് അവിടെ നോമ്പുറയാണ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ നമുക്കിന്ന് പോവാ. പിന്നെ അവിടെ പോകുമ്പോ എന്തെങ്കിലും മേടിച്ചോണ്ട് വന്നോട്ടാ. നമ്മുടെ നോമ്പുറൊക്കെ വന്നപ്പോ അവര് ഒരുപാട് സാധനങ്ങളായിട്ടാ വന്നത്. ഒരുപാട് സാധനങ്ങളാ. അതെ റംസി ഇങ്ങോട്ട് വന്നേ, ഇപ്പൊ പോവാ. അതെ അവരോട് നോമ്പുറക്കാൻ വന്നപ്പോ എന്തൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേ? അവര് വന്നപ്പോ ഫ്രൂട്ട്സും പലചരക്ക് സാധനങ്ങളും അങ്ങനെ കുറെ സാധനങ്ങളായിട്ടാ വന്നത്. ഒരു 10,500 സാധനമെങ്കിലും മേടിച്ചു വന്നിട്ടുണ്ടാവൂലേ? ആ ഉണ്ടാകും. ആയിക്ക ഞാനാണ്. ഇക്ക പേരക്കൊക്കെ എന്ത് വില ഉണ്ട് ഇക്ക കിലോ? പിന്നെ മറ്റു ജ്യൂസ് അടിക്കാനുള്ള സാധനങ്ങൾക്കൊക്കെ എന്ത് വില വരും? ആരുടെ അടുത്ത വിളിച്ച് വിലയൊക്കെ ചോദിക്കണേ? ആ ശരി ഇക്ക, ഞാൻ പറയാം. അപ്പം ഇനി പലർക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ, ആരോട് പൈസ വരില്ല. അതെ കൊറേ നേരമായല്ല, ഇത് ആരോട് ഈ വില ചോദിക്കണേ? ഇല്ല ഞാനേ റഹീംഖാനെ വിളിച്ചാണ് ഫ്രൂട്ട്സ് ഇടയില്ല. ഫ്രൂട്ട്സിനൊക്കെ ഇപ്പോൾ വില കൂടിയാണോന്ന് അറിയാൻ വേണ്ടിയിട്ടേ വൈകുന്നേരം നോമ്പുറക്കാൻ വേണ്ടി പോകണ്ടേ, കുറച്ച് പലർക്ക് സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ. അതിനെന്തിനാ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കണേ? അല്ല അവർ വന്നു കഴിഞ്ഞപ്പോൾ കുറേ പലർക്ക് സാധനങ്ങളും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വന്നതല്ലേ, അപ്പം നമ്മളും തിരിച്ച് എന്തെങ്കിലും കൂട്ടിയൊക്കെ കൊടുക്കണ്ടേ. അവർക്ക് കഴിവുള്ളതുകൊണ്ടല്ലേ അവരതൊക്കെ മേടിച്ചോണ്ട്. നമുക്ക് അത്രയും കഴിവൊന്നും ഇല്ലാന്ന് അവർക്കറിയാം. അവരിതൊന്നും തിരിച്ച് പ്രതീക്ഷയൊന്നുമല്ല നമുക്കിത് ഈ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് തന്നത്. ഇക്കാക്കയുടെ ജോലി എന്താണെന്നും ഇക്കാക്കയുടെ വരായിക എന്താണെന്നും എല്ലാം അവർക്ക് അറിയാവുന്നതാണ്. ഇക്കാക്ക ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കണ്ട. നമുക്ക് പോകാൻ നേരത്ത് ഒരു തണ്ണിമത്തൻ, ജ്യൂസ് അടിക്കാനായിട്ട് ഒരു 2 മുന്തിരി, പിന്നെ ഈന്തപ്പഴം ഇത്രയും മേടിച്ചോണ്ടൊന്ന് പോയാൽ മതി. ഇക്കാക്ക 5 മണി കഴിഞ്ഞ് ഇക്കാക്ക റെഡി ആവും, ഞാനും റെഡി ആവട്ടെ.